പൂത്ത് നിക്കണ മുന്തിരി പാടം മോദിജി കൊണ്ടോകും, മുത്തുപോലെ മകന നെഞ്ചിൽ കാത്തു വെച്ചോളും. ഹമ്പടം ഇടുക്ക. 10 തലയൊന്നും ഇല്ലെങ്കിലും കാഞ്ഞ ബുദ്ധിയാ. 1 മുഴമല്ല 2 മുഴം മുന്നേ എറിഞ്ഞു കളഞ്ഞല്ലോ. ഓ, അത്യാഗ്രഹമൊന്നുമില്ലെന്നേ. മോദിജി എങ്ക പാത്താലും താമരപ്പാടം കാണണം. ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ അത്രയെങ്കിലും ആഗ്രഹിച്ചത് തെറ്റാ? പറ, അപ്പോട്ടും പറ. അത് തെറ്റൊന്നും അല്ലെന്നേ. അതുകൊണ്ട് തന്നെ കേരളം ഈ കളിയിലില്ല. ദോ ആ സൈഡിലോട്ട് അങ്ങ് മാറിയെന്ന് കണ്ടാ മതിട്ടാ. കേരളം ഇന്ത്യയിലല്ല മിസ്റ്റർ, അത് മനസ്സിലാക്കൂ. എന്താണിത്? അല്ലേലും കേരളത്തിനിപ്പോൾ എന്തേലും തന്നിട്ട് എന്നാ കാര്യം? താമര വിരിയാനുള്ള കാലാവസ്ഥയല്ലല്ലോ ഇവിടെ ഉള്ളത്. ബീഹാറിലാണെങ്കിൽ താമര തഴച്ച് വളർന്നോളും. പ്രത്യേകിച്ച് നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയം കൂടെ ആയതുകൊണ്ട് ബീഹാർ ഉണ്ടെങ്കിലേ ഉള്ളൂ. അതുകൊണ്ടാണ് എല്ലാം ബീഹാറിന് വാരിക്കോരി കൊടുത്തത് എന്ന് പറയുമ്പോൾ അവർ പറയും, അങ്ങനെ പറഞ്ഞുകൂടാ. ഈ ബജറ്റ് പൂർണ്ണമായും മധ്യവർഗത്തിന് വേണ്ടിയുള്ളതാണ്. ഏത് നിയമസഭാ തിരഞ്ഞെടുപ്പ്? അല്ലെങ്കിലും കേരളത്തിനെയും വയനാടിനെ ഒന്നും മറന്നതല്ലെന്നേ. എന്നാ പറയാനാ, ഒരു തട്ടിക്കൂട്ട് ബജറ്റായിരുന്നു. ബീഹാറിനെ കുറിച്ചാകുമ്പോൾ എല്ലാം അറിയാലോ. അതുകൊണ്ട് എല്ലാം ബീഹാറിനായിപ്പോയതാ. മാമനോടൊന്നും തോന്നല്ലേ മക്കളെ. അടുത്ത വട്ടം ശരിയാക്കി തരാം. സെറ്റാ. അല്ലെങ്കിലും വയനാടിനൊക്കെ എന്നാ കൊടുക്കാനാ? ആവശ്യത്തിലധികം പുലിയും കടുവയും ആനയും ഒക്കെ ഉണ്ടല്ലോ. അതിൽ കൂടുതൽ അവർക്കിനി എന്നാ വേണം? ഇനി കേരളത്തിന് സഹായം കിട്ടിയേ തീരൂ എന്നാണെങ്കിൽ കേരളത്തിനെ പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനമായി അങ്ങ് പ്രഖ്യാപിച്ചേക്ക്. അപ്പം നോക്കാം. കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കൂ, അപ്പോൾ കിട്ടും. അല്ലാതെ ഇതൊന്നും ചുമ്മാ ബജറ്റിൽ ഉൾക്കൊള്ളിക്കാനൊന്നും പറ്റുന്ന കാര്യമൊന്നുമല്ല. പിന്നെ ടൂറിസം. ഈ ടൂറിസത്തെ പറ്റി നമ്മുടെ ആക്ഷൻ ഹീറോ കഴിഞ്ഞ വട്ടം കാര്യമായിട്ട് പറഞ്ഞ പോലൊരു ഓർമ്മയുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഫെബ്രുവരി മാസം വരുന്ന ബഡ്ജറ്റിൽ കേരളത്തിലെ എയിംസിന് യോഗ്യമായ സ്ഥലം 2016 ശ്രീ പിണറായി വിജയനോട് പറഞ്ഞിട്ടുണ്ട്. ആ സ്ഥലം ഏറ്റെടുത്ത് തരികയാണെങ്കിൽ അവിടെ എയിംസ് വരും. അന്ന് പറഞ്ഞത് അടുത്ത വട്ടം സെറ്റാക്കാന്നായിരുന്നു. ബജറ്റും കാര്യങ്ങളും ഒന്നും വന്നത് അറിഞ്ഞില്ലേ എന്തോ. ഇനി വല്ല സിനിമ തിരക്കോ മറ്റോ അറിയത്തില്ല. അല്ല, ആന്ധ്രയോട് പിണക്കത്തിലാണോ? അല്ല, അവിടെ താമര വിത്ത് ഒന്നും ഇറക്കുന്ന കേട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയോ? തോന്നിയെങ്കിൽ തെറ്റ് പറയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ലയോ, 10 തലയൊന്നും ഇല്ലെങ്കിലും കില്ലാടി തന്നെയാണ്. ബജറ്റ് എത്തുന്നതിന് മുമ്പേ അവിടെ പോയി പല വാഗ്ദാനങ്ങളൊക്കെയും കൊടുത്തിട്ടാ താമര വിത്തുമായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയത്. ദക്ഷിണേന്ത്യയിൽ നിന്ന് അധികം ഒന്നും കിട്ടാനൊന്നുമില്ലെന്ന് BJPക്ക് നന്നായിട്ട് അറിയാം. ഇത് മനസ്സിലാക്കിയത് കൊണ്ട് നിർമ്മലാജിയുടെ പേപ്പർ രഹിത ബജറ്റ് പൂർണ്ണം